ബാലരാമപുരത്തെ ഓരോ തറികളിലും ഓണത്തെ വരവേൽക്കുവാനായി മഞ്ഞമുണ്ടൊരുങ്ങുകയാണ്. മഞ്ഞമുണ്ടെന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗവും കൂടിയാണ്. മഞ്ഞമുണ്ട് നെയ്യുന്ന നെയ്ത്തുകാർ രാവിലെ മുതൽ രാത്രി വൈകുവോളം ജോലി ചെയ്താലും കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്. എത്ര രൂപയാണ് നമ്മൾ ഈ മഞ്ഞമുണ്ട് നെയ്താൽ കിട്ടുന്നത്? 100 രൂപ ഇട്ട്. അവൻ്റെ പേര് രവീന്ദ്രൻ ചേട്ടൻ മഞ്ഞമുണ്ട് നെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 60 വർഷത്തിലേറെയാകുന്നു. ഈ 60 വർഷം കൊണ്ട് എല്ലാ വർഷവും കൃത്യമായി വിശ്വാസത്തിൻ്റെ ഭാഗമായി മഞ്ഞമുണ്ട് നെയ്യുകയാണ് രവീന്ദ്രൻ ചേട്ടൻ. പക്ഷേ കിട്ടുന്നതോ തുച്ഛമായിട്ടുള്ള വരുമാനം. ഒരു ദിവസം രാപ്പകലില്ലാതെ ഈ തറയിൽ കഷ്ടപ്പെട്ടാൽ ഇദ്ദേഹത്തിന് കിട്ടുന്നത് 200 രൂപ. വിശ്വാസത്തിൻ്റെ ഭാഗമായി ബാലരാമപുരം കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്നും ഈ തറിപ്പുരയിൽ രവീന്ദ്രൻ ചേട്ടൻ നെയ്ത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞമുണ്ട് നെയ്ത്തുകാർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 9 മാസത്തോളം തറയിൽ കഷ്ടപ്പെട്ടതിന് ശേഷം ഓണത്തിൻ്റെ അന്നാണ് ഇവർ ഈ മഞ്ഞമുണ്ട് വിൽക്കാനെത്ത് പോകുന്നത്. ഒക്ടോബർ മാസം മുതലാണ് മഞ്ഞമുണ്ടിൻ്റെ നെയ്ത്ത് തുടങ്ങുന്നത്. അതിൻ്റെ വിൽപ്പനയ്ക്കായി ഇവർ കാത്തിരിക്കുന്നത് മാസങ്ങളോളം. നമ്മുടെ അത്തം തുടങ്ങിയതിന് ശേഷമാണ് മഞ്ഞമുണ്ടിൻ്റെ വിൽപ്പനയും തുടങ്ങുന്നത്. ഒരു ദിവസം മഞ്ഞമുണ്ട് എത്ര എണ്ണം നെയ്യാൻ പറ്റും? 2 കച്ച ചെയ്യാം. 2 കച്ച നെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 200 രൂപ കിട്ടും. 200 രൂപ കിട്ടും. ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രിയോളം ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന 200 രൂപ. അതും വിറ്റ് കഴിയുന്നത് ഓണത്തിനെ വഴിയും ചെയ്യും. അങ്ങനെ 60 വർഷം കൊണ്ട് ഈ തറിപ്പുരയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് രവീന്ദ്രൻ ചേട്ടൻ.